ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും അധരങ്ങളിലും ഉയർന്നു വരുന്ന പ്രാർത്ഥനയാണിത്. ആ വലിയൊരു പ്രാർത്ഥന അനുസ്മരിക്കുന്ന സുവിശേഷഭാഗമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കുരിശിന് ഇത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ ഏക വഴിയേ ഉള്ളൂ, അത് അനുദിന ജീവിതത്തിലെ കുരിശാണ് എന്ന് ഓർമ്മിക്കുമ്പോൾ പിന്നീട് ആ കുരിശ് എത്ര അനുഗ്രഹപ്രദമായി തീരുന്നു. നമ്മുടെ ജീവിതത്തിലെ അനുദിന കുരിശുകൾ എന്താണ് എന്ന് ചിന്തിക്കുന്നത് ഈ സുവിശേഷഭാഗത്തോടനുബന്ധിച്ച് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഈ നിമിഷത്തെ വേദനകൾ, ഒറ്റപ്പെടൽ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ, അതിൻ്റെ പേരിൽ നാം കേൾക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കുരിശുകളാണ്. ഈ കുരിശുകളുടെ പേരിൽ ഒരിക്കലും പരാതിയോ പരിഭവമോ പറയാതെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് നടന്നു പോകുന്ന യാത്രയുടെ പേരാണ് ക്രിസ്തു ശിഷ്യൻ. ഈ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനുദിന ജീവിതത്തിലെ കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പരാതിയോ പരിഭവമോ കൂടാതെ മുന്നോട്ട് പോകുവാനുള്ള യാത്ര. ഈ യാത്ര കൃത്യമായി നടത്തിയത് ക്രിസ്തുവാണ്. പറഞ്ഞ വാക്കുകളൊക്കെ അവൻ ഈ ഭൂമിയിൽ പാലിച്ചിട്ടല്ലേ പോയിട്ടുള്ളൂ. അതേ കണക്ക് ആ കുരിശിൻ്റെ യാത്ര നാം അനുസ്മരിക്കുന്നത് 14 ഇടങ്ങളിലാണ്. പീലാത്തോസിൻ്റെ വിചാരണ മുതൽ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തുന്നത് വരെ 14 ഇടങ്ങൾ. ഈ 14 ഇടങ്ങളും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള സാധ്യതകളാണ്. നമ്മളും ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടും. നമ്മളും ഒരിക്കൽ ക്രിസ്തുവിനെ പോലെ കുരിശാൽ വീഴപ്പെടും. നമ്മളും ഒരിക്കൽ ഈ കുരിശിൻ്റെ യാത്രയിൽ വേദനിച്ച് നിൽക്കപ്പെടും, ഒറ്റപ്പെടും, മറ്റുള്ളവർ അടിക്കപ്പെടും, വേദനയാൽ നീറേണ്ട അവസ്ഥ വരും, കുരിശിനാൽ തറയ്ക്കപ്പെടും. ഒരുപക്ഷെ ആ വേദന കൊണ്ട് നമ്മളൊക്കെ മരണത്തോളം പോലും എത്തിയേക്കാം. ഇതിനപ്പുറത്തേക്ക് ഒരു സാധ്യത നമുക്കില്ല. കാരണം നമ്മുടെ മുമ്പിൽ പോയ ക്രിസ്തു ഈ വേദനകളൊക്കെ സഹിച്ചു പോയവരാണ്. ഒരു ക്രിസ്ത്യനും ഇതേ പാതയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഒരിക്കലും ഇതിൽ നിന്ന് അല്പം പോലും മാറ്റം ഒരു ക്രിസ്ത്യന് ഉണ്ടാകില്ല, ഉണ്ടാകണമെന്നുമില്ല. സ്നേഹമുള്ളവരെ, ഈ കുരിശിൻ്റെ യാത്രയെ ക്രിസ്തു ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ വലിയൊരു സാധ്യത നിയമിച്ച് കാണിക്കുന്നുണ്ട്. ക്രിസ്തു 14 ഇടങ്ങളിൽ തൻ്റെ ജീവിത രഹസ്യങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു 14 ഇടങ്ങൾ കാത്തിരിപ്പുണ്ട്. ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും 14 ഇടങ്ങൾ. എല്ലാ വേദനയുടെ ഇടങ്ങളും അവസാനം എത്തിച്ചേർക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. പക്ഷേ ആ കണ്ണുനീരിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ വേദനകൾക്ക് ശേഷം ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അതൊന്നും വേദനയായി പരിഗണിക്കപ്പെടില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാ വേദനകൾക്കും അപ്പുറം ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നിടത്ത് ഈ സങ്കടങ്ങൾ സന്തോഷമായി മാറും, വേദനകൾ ആനന്ദമായി തീരും. ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യം ഈ കുരിശിനെ ധൈര്യപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു മനസ്സ്, അത് ക്രിസ്തുവിൻ്റെ മനസ്സിനോളം വലിപ്പമുള്ളതാണ്. നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ ചില കുരിശുകൾ കൂടെ ഉണ്ടാകും. വേദനകളും കണ്ണുനീരുകളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കാം. പക്ഷേ ഓർത്തിരിക്കണം, ആരൊക്കെയാണോ അനുദിന കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അവരാരും ക്രിസ്തുവിൽ നിന്ന് അകലെയല്ല, അടുത്താണ്.